ആർജിക്കർ ഹോസ്പിറ്റലിൽ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവം വലിയ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് മമതാ ബാനർജി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി വന്നത്. ഈ ഹർജി പരിഗണിക്കുന്നതിനിടെ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് ഹർജിക്കാരന് ഒരു രൂക്ഷമായ ഭാഷയിലാണ് സംസാരിച്ചത്. നിങ്ങൾ സുപ്രീം കോടതിയിലാണ്, ഇതൊരു രാഷ്ട്രീയ വേദിയല്ല. ഏതെങ്കിലും പ്രത്യേക രാഷ്ട്രീയ ഭാരവാഹിയെക്കുറിച്ച് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നത് ഞങ്ങളുടെ ആശങ്കയല്ല. ഞങ്ങൾ ഡോക്ടർമാരുടെ പരാതികൾ പരിഹരിക്കുന്നു. മുഖ്യമന്ത്രി മമതാ ബാനർജിയോട് രാജിവെക്കാൻ നിർദ്ദേശിക്കണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ അത് തങ്ങളുടെ ജോലിയല്ല, അത് കോടതിയുടെ അധികാര പരിധിയിൽ വരുന്നതല്ല. ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുമെങ്കിൽ കേൾക്കുക, അല്ലെങ്കിൽ കോടതിയിൽ നിന്നും പുറത്താക്കേണ്ടി വരുമെന്നതാണ് DY ചന്ദ്രചൂഡ് ഹർജിക്കാരന്റെ അഭിഭാഷകനോട് രൂക്ഷമായ ഭാഷയിൽ പറഞ്ഞത്. ലൈവ് ലോ മാധ്യമമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഓഗസ്റ്റ് 9-നാണ് വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയത്. ഈ കേസിന് ശേഷം ആഗസ്റ്റ് 19-ന് വനിതാ ഡോക്ടർമാർക്ക് രാത്രി ഷിഫ്റ്റ് നൽകരുതെന്ന് മമതാ സർക്കാർ ഉത്തരവിട്ടിരുന്നു. ഇത് സംബന്ധിച്ച് സർക്കാർ ഷീറ്റ് പുറത്തിറക്കിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഹർജിയിൽ മമത സുപ്രീം കോടതിയിൽ വാദം കേൾക്കുന്നുണ്ട്. വനിതാ ഡോക്ടർമാർ രാത്രി ഷിഫ്റ്റ് ചെയ്യരുതെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയുമെന്നതാണ് കോടതി മമതയോട് ചോദിച്ചത്. വനിതാ ഡോക്ടർമാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുക, അവരുടെ സുരക്ഷയുടെ ഉത്തരവാദിത്തം കൂടുതൽ ശ്രദ്ധയോടെ ഏറ്റെടുക്കുക, അതാണ് നിങ്ങളുടെ ജോലി എന്നതാണ് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് മമതയോട് പറഞ്ഞത്. പശ്ചിമ ബംഗാളിന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബലാണ് ഹാജരായത്. അദ്ദേഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ചന്ദ്രചൂഡ് പറഞ്ഞത്, കപിൽ സിബൽ, നിങ്ങൾ ഇക്കാര്യം പരിശോധിക്കണമെന്നതാണ്. ആശുപത്രികളിലെ ഇത്തരം സംഭവങ്ങൾക്ക് ശേഷം പശ്ചിമ ബംഗാൾ സർക്കാർ വനിതാ ഡോക്ടർമാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കണം. വനിതാ ഡോക്ടർമാർ നൈറ്റ് ഡ്യൂട്ടി ചെയ്യില്ലെന്ന് എങ്ങനെ പറയാൻ കഴിയും? സ്ത്രീകൾ എല്ലാ മേഖലയിലും ഉണ്ടെന്നും അവർ പൈലറ്റുമാരാകുന്നു, അവർ സൈന്യത്തിലാകുന്നു, രാത്രി ഷിഫ്റ്റ് ചെയ്യുന്നവരാണെന്നും കോടതി പറയുന്നുണ്ട്. കോടതി ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയപ്പോൾ ഇത്തരത്തിലുള്ള ഓർഡർ റദ്ദാക്കുമെന്ന് കപിൽ സിബൽ ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്.